നമുക്കറിയാം, കുട്ടികളെ പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റുന്ന ഒരു പ്രവണത ഇന്ന് വളരെ ഗൗരവതരമായി നമ്മുടെ ഇടയിലുണ്ട്. എല്ലാത്തിലുമുണ്ട്. ഹിന്ദുവിൽ നിന്ന് ഇസ്ലാമിലേക്കും, ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യനിലേക്കും, ക്രിസ്ത്യനിൽ നിന്ന് ഇസ്ലാമിലേക്കും, അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മതപരിവർത്തനം വളരെ വ്യാപകമായ രീതിയിൽ നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ പ്രണയത്തിന് വേണ്ടി മതം മാറുന്നത് പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ മതം മാറി വന്ന് കല്യാണം കഴിച്ച ഒരു അറിവ് എന്നെ സംബന്ധിച്ചില്ല. ചിലപ്പോൾ ഉണ്ടാവാം. എൻ്റെ അറിവിൽ ഒരിക്കലും പ്രണയത്തിന് വേണ്ടി ഒരാൺകുട്ടി വന്ന് ഞാൻ നിന്റെ മതത്തിലേക്ക് വന്ന് നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളാണ് മതം മാറുന്നതിൽ ഏറെയും. അപ്പൊ പെൺകുട്ടികൾ പ്രണയത്തിലേക്ക് അകപ്പെട്ട് മതം മാറ്റത്തിന് വിധേയരാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ജാതിയും മതവും ഒക്കെ പിടിച്ചിട്ട് വർഗീയതയുടെ നിറം കൊടുക്കുന്നത്. നമ്മൾ തന്നെ പറയുന്നു, നമ്മുടെ മതത്തിലെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരത്തിലെ ആചാരങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ മതം മാറ്റുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ സഹോദര മതവിശ്വാസികളെ, ചിലർ ചെയ്യുന്ന കാര്യങ്ങളെ ആ മതത്തിന്റെ ഭാഗമായി കൂട്ടിക്കെട്ടി അവരെ ആക്രമിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം നമ്മുടെ ആചാരങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്? എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവിടെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം. എന്നാൽ മിക്ക ക്ഷേത്രങ്ങളിലും ഈ ആൾക്കൂട്ടത്തിൽ പോലും എത്രയോ ചെറുപ്പക്കാരും കൗമാരക്കാരുമായിട്ടുള്ള ആളുകളാണുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയോ, മിക്ക ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ആളുകൾ വരാറില്ല. കാരണം അവർക്ക് നമ്മുടെ ആചാരം പഠിക്കണമെന്നില്ല. ഗാനമേളയ്ക്കും മറ്റു പരിപാടികൾക്കാണ് വരാറുള്ളത്. അത് നടത്തരുത് എന്നല്ല, ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തണമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പോലും വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ ആചാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും വലിയ കാര്യമില്ല. ടൈം ഫില്ലിംഗ് പ്രോഗ്രാമൊക്കെയാണ് നടത്തുന്നത്. നമ്മൾ ഈ കുട്ടികൾ മതം മാറ്റത്തിന് വിധേയരാകാൻ പോകുമ്പോൾ മാത്രം നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരം എന്ന് ആ കുട്ടികളോട് പറയുമ്പോൾ ആ കുട്ടികൾ അത് കേൾക്കാൻ തയ്യാറാകുമോ? മറ്റൊരാൾ നമ്മുടെ സംസ്കാരത്തെ പറ്റി വിമർശന ബുദ്ധിയ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എത്ര കുട്ടികൾക്കാണ് അതേപറ്റി ജെനുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ നമ്മുടെ സഹോദര മതത്തെയും മതവിശ്വാസത്തെയും അങ്ങോട്ട് ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് എത്ര പേർക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകാൻ കഴിയും? എത്ര വീടുകളിൽ സന്ധ്യാനാമം ജപിക്കാറുണ്ട്? നമ്മുടെ അമ്മമാരോടോ അച്ഛന്മാരോടോ കുട്ടികൾ വന്ന് നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ അത് അറിയില്ലെങ്കിൽ അതൊന്ന് പഠിച്ചു പറയാൻ പോലും നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ മതപരിവർത്തനത്തിന് തീർത്തും എതിർക്കുന്ന ഒരാളാണ്. ഒരു പെൺകുട്ടിയോട് നീ മതം മാറി വന്നാൽ കല്യാണം കഴിക്കാമെന്ന് പ്രണയിക്കുന്ന ആൾ പറഞ്ഞാൽ നിനക്ക് പ്രണയമാണോ മതമാണോ വലുത് എന്ന് ചോദിക്കുവാൻ നമ്മുടെ പെൺകുട്ടികൾ ആർജവം കാണിക്കണം. നിങ്ങൾ വ്യക്തിത്വമില്ലാത്തവരായി മാറരുത്. കാരണം ആൺകുട്ടികൾ ഒരിക്കലും മതം മാറി വരില്ല. നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ, എന്നിട്ട് കല്യാണം കഴിക്കൂ, നിങ്ങൾക്ക് മതമാണ് വലുതെങ്കിൽ എന്ന് ചോദിക്കണം. ഞാൻ ഒരിക്കലും മറ്റു മതവിശ്വാസികളെ കുറ്റം പറയില്ല. കാരണം എന്താ അറിയോ, അവരുടെ മതത്തിന്റെ രീതികൾ, അവരുടെ സംസ്കാരം കൃത്യമായി അവരുടെ മതവിശ്വാസത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ നല്ല ആചാരങ്ങൾ, ഒന്നിനെയും ദ്രോഹിക്കാത്ത, ഒന്നിനെയും വിമർശിക്കാത്ത, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന നല്ല ആചാരങ്ങൾ, നല്ല സംഹിതകൾ, നമ്മളുടെ നല്ല ആചാര്യന്മാരുടെ ജീവിത രീതികൾ, അതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം. പഠിപ്പിക്കാതിരുന്നിട്ട് അവർ എപ്പോഴെങ്കിലും ഒരു കാലത്ത് മതം മാറ്റത്തിലേക്ക് പോകുമ്പോൾ അന്നേരം നമ്മുടെ സംസ്കാരമേ, നമ്മുടെ ദൈവങ്ങളെ, നമ്മുടെ ഇതെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്തരം വേദികളിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തിയതുപോലെ കുഞ്ഞുങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരണം. അവർ ഇത് കേൾക്കണം.